Good morning. Good morning, Miss. Start ചെയ്യാം. മോർണിംഗ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രമാറ്റിക് പോളിനോമിയൽ. So what is a chromatic polynomial? എന്തായിരുന്നു ക്രോമാറ്റിക് പോളിനോമിയൽ? സെയിം കളേഴ്സ് ഡിഫറെൻറ്റ് വേസിൽ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഗ്രാഫിൽ ഡിഫറൻസ് വേയിൽ നമ്മൾ കളർ അറേഞ്ച് ചെയ്യുന്നു. സോ ക്രോമാറ്റിക് പോളിനോമിയൽ. ഒരു റിസൾട്ട് ഉണ്ട്. ഹിയർ ഇസ് എ ഗ്രാഫ്. ഓക്കെ, ഞാൻ കളർ ചെയ്യാണ്. ഇവിടെ എന്തായിരിക്കും ക്രോമാറ്റിക് പോളിനോമിയൽ? ലാംഡ കളേഴ്സ് ഉണ്ട്. സോ ഇവിടെ ലാംഡ കളർ വെച്ച് കളർ ചെയ്യാം. ആൻഡ് ഹിയർ ലാംഡ -1, ലാംഡ -2. Chromatic polynomial equal to lambda into lambda -1 into lambda -2. അല്ലേ? ഇത് റീഅറേഞ്ച് ചെയ്തേ. ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ -2 ലാംഡ ലാംഡ +2 is equal to lambda raised to 3 lambda plus 2. Okay, so this is a chromatic polynomial for this graph. Then ഈ ഗ്രാഫിന്റെ നമ്പർ ഓഫ് വെർട്ടിസസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, ദെൻ ഈ ക്രോമാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? ഇതൊരു പോളിനോമിയൽ ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാർജസ്റ്റ് എക്സ്പോണന്റ് അല്ലേ? എവിടെ ഏതാ ലാർജസ്റ്റ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്? 3 ആണ് അല്ലേ? സോ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഈക്വൽ ടു 3. ഇവിടെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യാം. ഏതൊക്കെയാ? എന്താണ്? ഡിഗ്രി ഓഫ് ദി ക്രോമാറ്റിക് പോളിനോമിയൽ. നോട്ട് ചെയ്തോ, ഡിഗ്രി ഓഫ് ദി ക്രോമാറ്റിക് പോളിനോമിയൽ is the number of vertices in that graph. Okay ആണോ? Miss, okay. And second one, if G has E edges and n vertices, the coefficient of lambda raised to n-1 in P of lambda is -e. If G has E edges and n vertices, the coefficient of lambda raised to n-1 in P of lambda is -e. ഓക്കെ, ഇതെന്താ പറയുന്നത്? സോ ഈ ഒരു ക്രോമാറ്റിക് പോളിനോമിയലിന്റെ കേസിൽ 3 വേർട്ടീസസ് ഉണ്ട്. അപ്പൊ ലാംഡ റേസ് ടു n-1 എന്നാൽ ലാംഡ സ്ക്വയർ. സോ ഇതിന്റെ കോയിഫിഷ്യൻ എന്താ? -3 ആണ്. -3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഗ്രാഫിലെ എഡ്ജസ് ആയിരിക്കില്ലേ?
ആ ക്ലിയർ ആണോ? ക്രോമാറ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് വേർട്ടിസസ് ആയിരിക്കും. ദെൻ ക്രോമാറ്റിക് പോളിനോമിയലിൽ കോഎഫിഷ്യന്റ് ഓഫ് ലാംഡ റേസ് ടു n മൈനസ് 1 എന്തായിരിക്കും? ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. ഇസ് ദിസ് ക്ലിയർ? ആ മിസ്. Next, write down the question. A graph G has chromatic polynomial P of gk. In this today is k raised to 4 minus 3k raised to 3 plus 5k raised to 2 minus 2k. So the lambda പകരം k ആണ് യൂസ് ചെയ്തത്. Okay. Then how many vertices and edges does G have? Is G bipartite? Justify your answer. ഇതാണ് ക്രോമാറ്റിക് പോളിനോമിയൽ. ഗിവൻ ഗ്രാഫിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ ഇതാണ്. ഓക്കെ, നമുക്ക് എന്താ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് വേർട്ടിസസ് and number of edges. So എത്രയായിരിക്കും number of vertices? 4. And number of edges? 3. Sorry, ഇവിടെ 4 ആണ്. Number of edges? 4. ഓക്കെ ആണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ഇങ്ങനൊരു ക്രോമാറ്റിക് പോളിനോമിയൽ തന്നിട്ട് ആ പെർട്ടിക്കുലർ ഗ്രാഫിന്റെ വേർട്ടിസസും എഡ്ജസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഈസ് ജി ബൈപാർട്ടേറ്റ്? എന്താ ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്? ഗ്രാഫിലെ വേർട്ടിസിനെ 2 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെറ്റിന് സെക്കൻഡ് സെറ്റിലേക്കായിരിക്കും എഡ്ജസ്, അല്ലെ? സെയിം സെറ്റിലെ വേർട്ടിസസ് തമ്മിൽ എഡ്ജസ് ഉണ്ടായിരിക്കില്ല. ഒന്ന് പറഞ്ഞേ. ടു ആയിരിക്കും. ആയിരിക്കില്ലേ? ഇവിടെ നമുക്ക് 1 കളർ വെച്ചിട്ട് കളർ ചെയ്യാം. ഓക്കെ, ആൻഡ് എല്ലാ വെർട്ടിസിനും ഇവിടെ 2 വെച്ചിട്ട് കളർ ചെയ്യാം. ഓക്കെ, ബൈപാർട്ടേറ്റ് ഗ്രാഫിന്റെ ക്രോമാറ്റിക് നമ്പർ 2 ആണ്. അപ്പൊ എന്താ ഇവിടെ നമ്പർ ഓഫ് കളേഴ്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. അത് 2 കളേഴ്സ് വെച്ചിട്ട് ഈ പെർട്ടിക്കുലർ ബൈപാർട്ടേറ്റ് ഗ്രാഫ് കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹിയർ ലാംഡ, ദാറ്റ് മീൻസ് k ഈക്വൽ ടു 2 ആയിരിക്കും. ഇനി ഈ ഒരു പോളിനോമിയലിന്റെ ഈ ലാംഡയുടെ വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്തേ. എന്ത് കിട്ടും? k raised to 4 minus 4 k raised to cube plus 5 k raised to square 2k. എന്ത് കിട്ടും? 2 raised to 4 minus 4 into 2 raised to 3 plus 5 into 2 square minus 2 into 2. ഇതെന്ത് കിട്ടും? Which is equal to 16 minus 32 plus 20 minus 4, which is equal to 0. ഈ ക്രോമാറ്റിക് പോളിനോമിയലിന്റെ വാല്യൂ 0 ആയിട്ട് ഇവിടെ കിട്ടും. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ഗ്രാഫ് എന്താ? ബൈപാർട്ടേറ്റ് അല്ല. നിങ്ങൾ ബൈപാർട്ടേറ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് കെയുടെ വാല്യൂ 2 ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്യും. ദെൻ ഈ ഒരു ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ വി ഗെറ്റ് ദ വാല്യൂ 0. 0 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഗ്രാഫ് ഈസ് നോട്ട് ബൈപാർട്ടേറ്റ്. എപ്പോഴും ഈ ക്രോമാറ്റിക് പോളിനോമിയലിന്റെ വാല്യൂ നോൺ സീറോ ആയിരിക്കും. Is this clear?
Miss, okay. ഫസ്റ്റ് എന്താണ്, പോളിനോമിയൽ തന്നിട്ടുണ്ട്. സോ പോളിനോമിയലിന്റെ നമുക്ക് എന്താ നമ്പർ ഓഫ് വേർട്ടീസസും നമ്പർ ഓഫ് എഡ്ജസും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്കറിയാം ബൈപാർട്ടേറ്റ് ഗ്രാഫിന്റെ ക്രോമാറ്റിക് നമ്പർ 2 ആണ്. 2 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഗ്രാഫിനെ കളർ ചെയ്യാം. ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ കെ ആണ് കളർ യൂസ് ചെയ്തത്. അപ്പോൾ കെ ഈക്വൽ ടു 2 ആയിരിക്കും. ദെൻ ആ വാല്യൂ എന്താ, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അതിന്റെ മീനിങ് എന്താണ്, ദിസ് ഗ്രാഫ് ഈസ് നോട്ട് ബൈപാർട്ടേറ്റ്. ഓക്കെ ആണല്ലോ. Miss, okay. നെക്സ്റ്റ് മാച്ചിങ്. മാച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രാഫിന്റെ എഡ്ജസിന്റെ ഒരു സബ്സെറ്റ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബട്ട് ആ സബ്സെറ്റിൽ എഡ്ജസ് എന്തായിരിക്കരുത്, അഡ്ജസന്റ് ആയിരിക്കരുത്. അതാണ് മാച്ചിങ് എന്ന് പറയുന്നത്. A matching in the graph is a subset of edges in which no two edges are adjacent. Okay, ഗ്രാഫിലെ എഡ്ജസിന്റെ ഒരു സബ്സെറ്റ് ആണ്. ആ സബ്സെറ്റ് എന്തായിരിക്കരുത്, അഡ്ജസന്റ് ആയിരിക്കരുത്. അതാണ് മാച്ചിങ് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ എഡ്ജ് എന്തായിരിക്കും, മാച്ചിങ് ആയിരിക്കും. ഓക്കെ, സോ ഇതൊരു ഗ്രാഫാണ്, ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്. സോ അതിലൊരു എഡ്ജാണിത് E5. E5 ഇതൊരു മാച്ചിങ് ആണ്. അടുത്ത മാച്ചിങ് എന്താ, E3 E4 ഇതൊരു മാച്ചിങ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ E1 E2 ഇത് എന്താണ്, മാച്ചിങ് ആണ്. ദെൻ M3 E3 E5 E4 ഇത് മാച്ചിങ് ആണോ, E3 E5 E4 E3 E5 E4 നോട്ട് എ മാച്ചിങ്. കാരണം എന്താ, E3യും E5ഉം അഡ്ജസന്റ് ആണ്. അതുപോലെ എന്താണ്, E5ഉം E4ഉം അഡ്ജസന്റ് ആണ്. ദിസ് ഇസ് നോട്ട് എ മാച്ചിങ്. ആക്ച്വലി മാച്ചിങ് എന്ന് പറയുന്നത് എഡ്ജസിന്റെ ഒരു സബ്സെറ്റ് ആണ്. അവിടെ കണ്ടീഷൻ എന്താണ്, നോ ടു എഡ്ജസ് ആർ അഡ്ജസന്റ്. ഒരു സബ് ഗ്രാഫ് എന്ന് പറയാം നമുക്ക്, അല്ലെ. ഇതാണ് ഫസ്റ്റ് മാച്ചിങ്, E5, റൈറ്റ്. ആൻഡ് സെക്കൻഡ് മാച്ചിങ് ഏതാണ്, V1 V2 V3 V4 ഇതാണ് അടുത്ത മാച്ചിങ്. ഓക്കെ, സോ മാച്ചിങ്ങിന്റെ കേസിൽ നമുക്കൊരു സബ് ഗ്രാഫ് കിട്ടും. അതിൽ എല്ലാ വേർട്ടീസിന്റെ ഡിഗ്രി എന്തായിരിക്കും, ഡിഗ്രി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിന്റെ കേസ് നോക്കിയേ, ഇവിടെ എല്ലാ വേർട്ടീസിന്റെ ഡിഗ്രി എന്താണ്, V1ന്റെ ഡിഗ്രി 0, V2ന്റെ ഡിഗ്രി 0, V3ന്റെ ഡിഗ്രി 1, V2ന്റെ ഡിഗ്രി 1. ഈ ഒരു കേസിൽ എന്താ, V1 V3 V4 V2 ഇതിന്റെ ഒക്കെ ഡിഗ്രി എന്താണ്, 1 ആയിരിക്കും. അപ്പൊ മാച്ചിങ്ങിൽ എല്ലാ വേർട്ടീസസിന്റെ ഡിഗ്രി എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് 0 ഓർ 1 ആയിരിക്കും. Is it clear? Miss. Next, maximal matching. മാക്സിമൽ മാച്ചിങ് എന്ന് പറയുന്നത്, സപ്പോസ് ഫസ്റ്റ് എൻ്റെ മാച്ചിങ് ആണ് E3 E4. ഇവിടെ ഞാൻ ഇനി എനദർ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ ദാറ്റ് പ്രോപ്പർട്ടി, മാച്ചിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വൺ ഈസ് നോൺ ആസ് മാക്സിമൽ മാച്ചിങ് എന്ന് പറയും. E3 E4 ഞാനൊരു അനദർ എഡ്ജ് E5 ഇവിടെ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്താൽ ഇത് മാച്ചിങ് ആണോ, അല്ല. അല്ല. അപ്പൊ അതെന്ത് പറയാം, this M1 is a maximal matching. A maximal matching is a matching to which no edge in the graph can be added. Okay, വേറൊരു എഡ്ജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്താൽ എന്താണ്, ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഡിസ്ട്രോയ് ചെയ്യും. ഇതാണ് മാക്സിമൽ മാച്ചിങ് എന്ന് പറയുന്നത്.
And next, largest maximal matching. The maximal matching with the largest number of edges are called largest maximal matching. മാക്സിമൽ മാച്ചിങ് ആണ്. ദെൻ ഏതിലാണോ ലാർജസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത് അതിനെന്ത് പറയും? ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ്. ഇതിന്റെ കേസിൽ ഏതൊക്കെയാണ് ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ് അറിയാം? എം എന്ന് പറഞ്ഞാൽ മാക്സിമൽ മാച്ചിങ് ആണ് അല്ലെ? എം എന്ന് പറഞ്ഞാൽ മാക്സിമൽ മാച്ചിങ് ആണ്. അനദർ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഡിസ്ട്രോയ് ചെയ്യും. മാക്സിമൽ മാച്ചിങ്. M1 ഓൾസോ മാക്സിമൽ മാച്ചിങ്. M2 ഓൾസോ മാക്സിമൽ മാച്ചിങ്. ഇതിൽ ഏതായിരിക്കും ലാർജസ്റ്റ് മാക്സിമൽ മാച്ചിങ്? M1 M2 ആയിരിക്കും. Okay, M1 and M2 are largest maximal matching. Clear ആണോ ഇത്? The next one, perfect matching. Perfect matching എന്ന് വെച്ചാൽ every vertex of degree should be 1. മാച്ചിങ്ങിൽ എല്ലാ വേർട്ടിക്സിനും ഡിഗ്രി 1 ആണെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് മാച്ചിങ് ആയിരിക്കും. സോ ഈ ഒരു കേസിൽ M1 M2 ഏതാണ് പെർഫെക്റ്റ് മാച്ചിങ്? ഇതാണ് M1 അല്ലേ? E4 എല്ലാ വേർട്ടിക്സും നോക്കിയേ ഡിഗ്രി 1 ആണ്. M1 ഈസ് എ പെർഫെക്റ്റ് മാച്ചിങ്. ആൻഡ് M2ന്റെ കേസ് നോക്കിയേ, ഇതാണ് M2. ഇവിടെ എന്താണ്? എല്ലാ വേർട്ടിക്സിനും ഡിഗ്രി 1 ആണ്. സോ ഹിയർ M1 ആൻഡ് M2 ആർ പെർഫെക്റ്റ് മാച്ചിങ്. ക്ലിയർ ആണോ? Matching, maximal matching and largest maximal matching, then perfect matching. reply ne Anupama, Arpit. Next one, covering. Covering two types under edge covering and vertex covering. Edge covering and vertex covering. The first one, edge covering. Edge covering എന്ന് വെച്ചാൽ ഗ്രാഫിലെ എല്ലാ വേർട്ടിസസിനെയും കവർ ചെയ്യണം യൂസിങ് എഡ്ജസ്. എഡ്ജസ് വെച്ചിട്ട് ഗ്രാഫിലെ എല്ലാ വേർട്ടിസിനെയും കവർ ചെയ്യുന്നതാണ് എന്ത്? എഡ്ജ് കവറിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എഡ്ജ് കവറിംഗ് എന്ന് വെച്ചാൽ കുറച്ച് എഡ്ജസിന്റെ സെറ്റ് ആയിരിക്കും. എഡ്ജസിന്റെ സെറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ ഗ്രാഫിലെ എല്ലാ വേർട്ടിസസും അറ്റ്ലീസ്റ്റ് ഇതിലുള്ള എഡ്ജസ് ആയിട്ട് എന്താണ് ഇൻസിഡന്റ് ചെയ്തിരിക്കണം. അതാണ് എന്ത്? എഡ്ജ് കവറിംഗ് എന്ന് പറയാം. The definition is a set G of edges in a graph G said to be cover of G if every vertex in G is incident on at least one edge in G. Okay? A set of edges that covers a graph G said to be covering. A set of edges that covers a graph G said to be covering. Covering എന്ന് പറയുന്നത് എന്താ? എഡ്ജസിന്റെ ഒരു സെറ്റ് ആണ്. ആ എഡ്ജസ് ഗ്രാഫിലെ എല്ലാ വേർട്ടിസുമായിട്ട് എന്തായിരിക്കണം? ഇൻസിഡന്റ് ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
This is a graph. Okay. The next, the covering of the right ആണ് E1, E2, E3. E1, E2, E3. ഇത് കവറിംഗ് ആണോ? എഡ്ജ് കവറിംഗ് ആണോ? E1 ചെക്ക് ചെയ്യാം. E1 എ ആൻഡ് ബി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട് E1ൽ. ദെൻ E2ന്റെ കേസിൽ എന്താ? സി ആൻഡ് ബി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. ദെൻ E3യുടെ കേസിൽ എന്താ? സി ആൻഡ് ഡി ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിലെ എല്ലാ വേർട്ടീസസും എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് ഈ ഏതെങ്കിലും എഡ്ജസ് ആയിട്ട് എന്താണ് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് സെറ്റ് ഈസ് എ കവറിംഗ്, എഡ്ജ് കവറിംഗ്. ദെൻ സെക്കൻഡ് സെറ്റ് E5, E4. ഇത് എഡ്ജ് കവറിംഗ് ആണോ? അതെ ടീച്ചർ. Okay, this is also edge covering. And C3, E1, E3. അതെ കവറിംഗ്. Okay, and E2. കവറിംഗ് അല്ലല്ലോ. No, it is not an edge covering. Okay. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ കവറിംഗ്. എല്ലാ ഗ്രാഫ് എന്തായിരിക്കും? അതിനെ തന്നെ കവർ ആയിരിക്കും. സോ ഇതാണ് ഒരു ഗ്രാഫ്. അതിൻ്റെ എഡ്ജസ് E1, E2, E5, E3, E4. ഈ എഡ്ജസ് നോക്കിയാൽ എല്ലാ വേർട്ടീസസും ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ എന്താണ്? കവറിംഗ് ആണ്. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ, എ സ്പാനിങ് ട്രീ ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് എ കവറിംഗ്. A spanning tree in a connected graph is a covering. ഇതൊരു ഗ്രാഫാണ്. അതിന്റെ സ്പാനിങ് ട്രീ എന്തായിരിക്കും? ഇതാണ് സ്പാനിങ് ട്രീ. ഹിയർ E1, E5, E4. സോ ഇതിന്റെ എഡ്ജസ് നോക്കിയേ, E1, E5, E4. അതെല്ലാ വേർട്ടീസിനും ഇൻസിഡന്റ് ചെയ്യുന്നില്ലേ ഗ്രാഫില്? സോ എന്ത് പറയാം? എ സ്പാനിങ് ട്രീ ഇൻ എ കണക്റ്റഡ് ഗ്രാഫ് ഈസ് എ കവറിംഗ്. ഓക്കെ ആണോ? Any third one, a Hamiltonian circuit in a graph is also a covering. So ഈ ഗ്രാഫിന്റെ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാണ്. A, B, C, D. ഇവിടെ നോക്കിയേ, ഞാൻ എഡ്ജസ് എടുക്കുകയാണ്. E1, E5, E3, E4. എല്ലാ വേർട്ടീസസിനും ഇൻസിഡന്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, നമുക്ക് എന്താ പറയാം? ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ ഗ്രാഫ് ഈസ് ഓൾസോ കവറിംഗ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? കവറിംഗ്. നെക്സ്റ്റ് വൺ, മിനിമൽ കവറിംഗ്. എന്തായിരിക്കും മിനിമൽ കവറിംഗ് എന്ന് പറയുന്നത്? മിനിമൽ കവറിംഗ് ഈസ് എ കവറിംഗ് ഫ്രം വിച്ച് നോ എഡ്ജ് ക്യാൻ ബി റിമൂവ്ഡ് without destroying its ability to cover the graft. എന്തായിരിക്കും? സപ്പോസ് ഞാൻ ഇതാണ് ഒരു കവറിംഗ്. ഇവിടെ ഞാൻ E2 എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യാണ്. E2 എഡ്ജ് റിമൂവ് ചെയ്താലും ഈ ഒരു പെർട്ടിക്കുലർ സെറ്റ് കവറിംഗ് ആയിരിക്കില്ലേ? ഓക്കെ, സ്റ്റിൽ കവറിംഗ്. ദെൻ സെക്കൻഡ് സെറ്റ് E5, E4. ദെൻ E4 ഇവിടുന്ന് റിമൂവ് ചെയ്യാണ്. കവറിംഗ് ആയിരിക്കുമോ? അല്ല. നമുക്ക് ഇതെന്ത് പറയാം? C2 ഈസ് എ മിനിമൽ കവറിംഗ്. മിനിമൽ കവറിംഗ് അതായത് നിങ്ങൾ കവറിംഗിന് ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ആ ഒരു കവറിംഗ് എന്ന പ്രോപ്പർട്ടി അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കവറിംഗ് ഈസ് നോൺ ആസ് മിനിമൽ കവറിംഗ്. Is it clear? Okay. Then വേറൊരു ടേം ഉണ്ട്, മിനിമം കവറിംഗ്. മിനിമം കവറിംഗ്. മിനിമം കവറിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും?
ഏത് കവറിംഗിനാണോ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ളത്, ദാറ്റ് ഈസ് നോൺ ആസ് മിനിമം കവറിംഗ്. ഈ ഒരു കേസിൽ ഏതായിരിക്കും മിനിമം കവറിംഗ്? C2. C4. C4 covering അല്ല, it's not a covering. C2 and C3. C2 and C3 are minimum covering. Clear ആണോ? Next one, dimer covering. Dimer covering is here a covering in which every vertex of decrease 1 is known as dimer covering or one factor. ഗ്രാഫിൽ നമ്മൾ കവറിങ് കൺസ്ട്രക്ട് ചെയ്താൽ അതിലെന്തായിരിക്കും, എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി 1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഗ്രാഫിൽ നോക്കിയത് ഒരു കവറിങ് ആണ്. ഈ ഡാർക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ കവറിങ് എഡ്ജസ് ആണ്. ഓക്കെ, അവിടുത്തെ എല്ലാ വേർട്ടിക്സിനും നോക്കി അതിന്റെ ഡിഗ്രി എന്തായിരിക്കും, 1 ആയിരിക്കും. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ നോക്കാം. V1, V2, V3, V4. E1, E2, E3, E4. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് കവറിങ് E1, E1, E3. ഓക്കെ, ഇതാണ് ഒരു കവറിങ് C1. ഇവിടെ നോക്കി എല്ലാ വേർട്ടെക്സിന്റെയും ഡിഗ്രി എന്താ, 1 ആയിരിക്കും. ഇതെന്ത് പറയാം, ദിസ് ഇസ് എ ഡൈമർ കവറിങ്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. എന്തായിരുന്നു മാക്സിമൽ മാച്ചിങ് എന്ന് പറയുന്നത്? മാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ എഡ്ജസിന്റെ ഒരു സെറ്റ് ആണ്. രണ്ട് എഡ്ജസും എന്തായിരിക്കും, അഡ്ജസന്റ് ആയിരിക്കില്ല. ഓക്കെ, ആൻഡ് മാക്സിമൽ മാച്ചിങ് എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു എഡ്ജ് ആഡ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്, മാക്സിമൽ മാച്ചിങ് എന്ന് പറയാം. ഈ ഒരു ഗ്രാഫിന്റെ മാക്സിമൽ മാച്ചിങ് ഇതായിരിക്കില്ലേ, ഇതൊരു മാക്സിമൽ മാച്ചിങ് ആയിരിക്കില്ലേ? രണ്ട് എഡ്ജസ് ഉണ്ട്. ഓക്കെ, അഡ്ജസന്റ് അല്ല, എനദർ ഒരു എഡ്ജ് ആഡ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യും. നമുക്ക് എന്ത് പറയാം, ഡൈമർ കവറിങ്ങും മാച്ചിങ് കവറിങ്, മാക്സിമൽ മാച്ചിങ് എന്തായിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. Okay, a dimer covering is a maximal matching because no two edges in it are adjacent. ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഡൈമർ കവറിന്റെ കേസിൽ എന്തായിരിക്കും, വെർട്ടെക്സിന്റെ ഡിഗ്രി 1 ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ, അതിലെ എഡ്ജസൊന്നും അഡ്ജസന്റ് ആയിരിക്കില്ല. ബട്ട് മാക്സിമൽ മാച്ചിങ്ങും ഡൈമർ കവറിങ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ, വേർട്ടെക്സ് കവറിങ്. എഡ്ജ് കവറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേർട്ടെക്സിനെ കവർ ചെയ്യണം യൂസിങ് എഡ്ജസ്. അപ്പൊ വേർട്ടെക്സ് കവറിങ് എന്തായിരിക്കും, എഡ്ജസിനെ കവർ ചെയ്യുക യൂസിങ് വേർട്ടെക്സ്. നമ്മുടെ ഗ്രാഫില് വേർട്ടെക്സിന്റെ ഒരു സബ്സെറ്റ് ചൂസ് ചെയ്യും. ആ ഒരു സബ്സെറ്റിലെ എല്ലാ വേർട്ടെക്സിനോടും ഗ്രാഫിലെ എല്ലാ എഡ്ജസും ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു വേർട്ടെക്സിനോട് ഗ്രാഫിലെ എല്ലാ എഡ്ജസും ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, വേർട്ടെക്സ് കവറിങ്. കൺഫ്യൂസ്ഡ് ആകരുത് എഡ്ജ് കവറിങ്ങും വേർട്ടെക്സ് കവറിങ്ങും. A, B, C, D, E1, E2, E4, E3, E5. ഓക്കെ, ഇവിടെ പറഞ്ഞ ഒരു വേർട്ടെക്സ് കവറിംഗ് എന്ന് പറഞ്ഞു.
ഏതായിരിക്കും? എഡ്ജസിനെയും ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? വേർട്ടെക്സ് കവറിംഗ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് എ ഡി സി. ADC. Is this vertex covering? ADC. ചെക്ക് ചെയ്യാം എ ഏതൊക്കെ എഡ്ജസിനോട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. E1, E3. ദെൻ സി എന്തൊക്കെയാ? E4, E3, E2 ആൻഡ് D E5. എല്ലാ എഡ്ജസായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ADC ഓൾസോ വേർട്ടെക്സ് കവറിംഗ്. ദെൻ മിനിമൽ വേർട്ടെക്സ് കവറിംഗ്. എന്തായിരിക്കും മിനിമൽ വേർട്ടെക്സ് കവറിംഗ്? ഒന്ന് പറഞ്ഞേ. മിനിമൽ എഡ്ജ് കവറിംഗ് എന്തായിരുന്നു? ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മിനിമൽ എഡ്ജ് കവറിംഗ്. അപ്പോൾ മിനിമൽ വേർട്ടെക്സ് കവറിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വേർട്ടെക്സ് കവറിംഗ് ഒരു വേർട്ടെക്സ് റിമൂവ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി അവിടുന്ന് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മിനിമൽ വേർട്ടെക്സ് കവറിംഗ്. ഈ ഒരു ഫസ്റ്റ് വേർട്ടെക്സ് കവറിംഗ് മിനിമൽ ആണോ? മിനിമൽ ആണ്. സോ ഞാൻ സി എന്ന് പറയുന്ന വേർട്ടെക്സ് ഇവിടെ റിമൂവ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ ADC മിനിമൽ ആണോ? നോക്കി, മിനിമൽ ആണ്. ഇറ്റ്സ് ഓൾസോ മിനിമൽ. ആൻഡ് തേർഡ് വൺ, ഇത് മിനിമൽ ആണോ? It is not a minimal because ഞാൻ D എന്ന് പറയുന്ന D വേർട്ടെക്സ് ഇവിടുന്ന് റിമൂവ് ചെയ്താൽ BC സ്റ്റിൽ എന്താ? ഇതൊരു കവറിംഗ് ആണ്. സോ ദിസ് ഇസ് നോട്ട് എ മിനിമൽ വേർട്ടെക്സ് കവറിംഗ്. It is not a minimal vertex covering. ഇനി എന്താ മിനിമം വേർട്ടെക്സ് കവറിംഗ്? minimum vertex covering. മിനിമം വേർട്ടെക്സ് കവർ എന്ന് വെച്ചാൽ എന്താണ്? ഏത് കവറിംഗിലാണ് മിനിമം നമ്പർ ഓഫ് വേർട്ടീസസ് ഉള്ളത്, ദാറ്റ് ഈസ് മിനിമം വേർട്ടെക്സ് കവറിംഗ്. ഹിയർ ദിസ് ഈസ് എ മിനിമം വേർട്ടെക്സ് കവറിംഗ്. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ ആണോ? രോഹിത്? ഓക്കെ. The next one, just algorithm പറയാം. ഗ്രീഡി കളറിംഗ് അൽഗോരിതം. ഓക്കെ, സോ ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഗ്രാഫിന് പ്രോപ്പർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് വൺ, ചൂസ് ആൻ ഓർഡർ ഫോർ ദ വെർട്ടീസസ്. ഫസ്റ്റ് വെർട്ടീസസിന് ഒരു ഓർഡർ നമ്മൾ ചൂസ് ചെയ്യും. ദെൻ ചൂസ് എ ലിസ്റ്റ് ഓഫ് കളേഴ്സ് ഓൾസോ ഇൻ സം ഓർഡർ. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ്, ഇൻ ഓർഡർ color each vertex using the first available color on the list, making sure that no two adjacent vertices are the same color. And fourth, continue in this way, each vertex is colored. ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഗ്രാഫിലെ വേർട്ടീസസിനെ നമ്മളൊരു ഓർഡറിൽ ചൂസ് ചെയ്യുക, അതുപോലെ കളേഴ്സിനെ ഒരു ഓർഡറിൽ ചൂസ് ചെയ്യുക. ദെൻ ഓരോ ഐട്രേഷൻ എന്താണ്? ഓരോ വെർട്ടെക്സിനെ നമ്മൾ കളർ ചെയ്യും.
കളർ ചെയ്യുമ്പോൾ നോക്കുക അതിന്റെ അഡ്ജസന്റ് വേർട്ടിക്സിന് സെയിം കളർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ആ ഒരു വേയിലായിരിക്കും എന്ത് നമ്മൾ കളർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഗ്രാഫിലെ എല്ലാ വേർട്ടെക്സിനെയും കളർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഗ്രീഡി കളറിംഗ് അൽഗോരിതം എന്ന് പറയാം. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. സോ ദിസ് ഈസ് അവർ ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? വേർട്ടിസസിനെ ഒന്ന് ഓർഡർ ചെയ്യാം. ഇ ഡി ജി എഫ് എ ബി സി, നമുക്ക് ഏത് ഓർഡറിലും ലിസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് കളറിനെ ലിസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പെർട്ടിക്കുലർ കളർ എന്ന് പറയുന്നത് റെഡ്, ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, ഇതൊക്കെയാണ് എൻ്റെ കളർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് ഞാൻ ഡീനെ ചൂസ് ചെയ്തു, അതിനൊരു കളർ ഫസ്റ്റ് കളർ അസൈൻ ചെയ്തു, റെഡ് അസൈൻ ചെയ്തു. ഓക്കെ, ആൻഡ് സെക്കൻഡ് ലിസ്റ്റിലുള്ള വേർട്ടെക്സ് ഏതാണ്? ഇ അല്ലേ? ഈന് എനിക്ക് ഏത് കളർ അസൈൻ ചെയ്യാം? റെഡ് അസൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ? അഡ്ജസന്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് കളർ ചെയ്യുന്നു. നെക്സ്റ്റ് ചൂസ് ചെയ്യുന്ന വേർട്ടെക്സ് ജി. അപ്പൊ ജിക്ക് ബ്ലാക്ക് കളർ അസൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെഡ് അസൈൻ ചെയ്യാം. ഓക്കെ, റെഡ് അസൈൻ ചെയ്തു. നെക്സ്റ്റ് എഫ്. എഫ് നോക്കുക, ഓൾറെഡി കളർ ചെയ്ത് ബ്ലാക്കും റെഡും ആണ്, കളർ ചെയ്യാൻ പറ്റില്ല. ന്യൂ കളർ ചൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ബ്ലൂ. അടുത്ത ചൂസ് ചെയ്യേണ്ട വേർട്ടെക്സ് എ ആണ്, ഓർഡർ എ. ഓക്കെ, സോ ഇവിടെ എനിക്ക് നോക്കി ബ്ലൂ കളർ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് ആൻഡ് റെഡ് കളർ ചെയ്യാം. ഞാൻ ഇവിടെ റെഡ് കളർ ചെയ്തു. നെക്സ്റ്റ് ബി. റെഡ് കളർ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് ഓർ ബ്ലൂ കളർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ബ്ലൂ വെച്ച് കളർ ചെയ്തു, ബ്ലാക്ക് വെച്ച് കളർ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് വെച്ച് കളർ ചെയ്തു. നെക്സ്റ്റ് സി അല്ലേ? സി നോക്കിയേ, റെഡ് വെച്ച് കളർ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് വെച്ച് കളർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? ബ്ലൂ വെച്ച് കളർ ചെയ്യാം. ഓക്കെ ആണോ? ഒന്നുമില്ല, നിങ്ങൾ ഫസ്റ്റ് എന്താണ് വേർട്ടീസസിനെ ലിസ്റ്റ് ചെയ്യുക, കളറിനെ ലിസ്റ്റ് ചെയ്യുക. ദെൻ ഫസ്റ്റ് വേർട്ടെക്സ് ചൂസ് ചെയ്യുക, അതിനൊരു കളർ അസൈൻ ചെയ്യുക. അടുത്ത വേർട്ടെക്സ് ചൂസ് ചെയ്യുമ്പോൾ പ്രീവിയസ്ലി അസൈൻ ചെയ്ത കളർ നോക്കുക. അഡ്ജസന്റ് ആണെങ്കിൽ വേറെ കളർ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ആ കളറിനെ ചൂസ് ചെയ്യുക. ഈ വേയിൽ കംപ്ലീറ്റ് വേർട്ടെക്സ് കളർ ചെയ്യുന്ന രീതിയിൽ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് ഗ്രീഡി കളറിംഗ് അൽഗോരിതം എന്ന് പറയും. ഇത്രയും ഓക്കെ ആണോ?